ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ നമുക്ക് രണ്ട് വാക്കുകൾ വിശേഷിപ്പിക്കാം. ഒന്ന് കച്ചവടം, രണ്ട് കാപട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ബി ഉണ്ടെന്ന് അറിയാവുന്നവരാണ് കേരളത്തിലെ സമൂഹം മുഴുവൻ. CPM കൃത്യമായ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട്. നോക്കൂ, ഇവിടെ കെ അനിൽകുമാർ വളരെ ഭംഗിയായിട്ടാണ് ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകൾ പങ്കുവച്ചത്. എന്നാണ് ഈ CPM നേതാക്കന്മാർക്ക് ഇങ്ങനെ വിശ്വാസികളോട് സ്നേഹമുണ്ടായത്? എന്നു മുതലാണ് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ക്ഷേത്രങ്ങളിൽ വികസനം ഉണ്ടാകണമെന്നുള്ള ചിന്ത CPM ഉണ്ടായത്? അപ്പോൾ അനിൽകുമാർ, ഇത് നിങ്ങൾ ക്ഷേത്രത്തെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ശബരിമലയെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നത് പോലെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനൊന്നുമല്ല. നിങ്ങൾ ഇതിനകത്ത് എവിടെയോ ഒരു കച്ചവടം കണ്ടിട്ടുണ്ട്. ആ കച്ചവടം പുറം സമൂഹം ചർച്ച ചെയ്തിരിക്കാനാണ് നിങ്ങൾ ഈ വിവാദങ്ങളിലൊക്കെ എല്ലാം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശബരിമലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്. ഇവിടെ എവിടെയോ നിങ്ങളൊരു കച്ചവട സാധ്യത കാണുന്നുണ്ട്. ആ കച്ചവട സാധ്യത മുതലാക്കാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിയത്. അല്ലാതെ നിങ്ങൾക്ക് വിശ്വാസികളോട് സ്നേഹവും ആത്മാർത്ഥതയും ശബരിമല സംരക്ഷിക്കപ്പെടണമെന്നുള്ള താല്പര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുന്നില്ല.